സിനിമയിലെ ക്യാമറയുടെ മുൻപിലൊക്കെ ആയിരുന്നെങ്കിൽ തീപ്പൊരി പ്രസംഗം കൊണ്ടും കിടിലൻ ഡയലോഗ് കൊണ്ടും ആക്ഷൻ കൊണ്ടുമൊക്കെ നമ്മളെയൊക്കെ കോരിത്തെരിപ്പിക്കേണ്ട കുറച്ച് സീനുകളാണ്. പക്ഷേ റിയൽ ലൈഫിൽ അതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ വരുമ്പോൾ വായിക്കകത്ത് കുഴക്കട്ട നിറച്ച പോലെ ഉമ്മനെ വെച്ചുകൊണ്ട് നടക്കുക. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു, ഏറ്റവും മികച്ച നേതാക്കന്മാരായിരുന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മൾ മരണശേഷം പറയുന്ന VSൻ്റെ കാലത്ത് പോലും VSനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്ത് നോക്കിയാലും ഈ നല്ലവരായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയുന്ന നേതാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്കെതിരെയൊക്കെ വിവാദങ്ങളും ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആരോപണങ്ങൾ വരുന്നത് വലിയ കുറ്റമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാറ്ററുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും VSൻ്റെ കാലത്താണെങ്കിലും ആരോപണങ്ങൾ വന്നിരുന്ന സമയത്ത് അവരതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇന്ന പോലെ എനിക്കെതിരെ ഇന്നൊരു ആരോപണം വന്നിട്ടുണ്ട്, അതിന് ഇന്ന നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്താറുണ്ട്. അവർ പബ്ലിക്കിനോടായിട്ടും മീഡിയയോടായിട്ടും മൊത്തം കേരളത്തിലെ ആളുകളോടായിട്ടും സംവദിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ BJPക്കാരുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവർ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഒന്നും ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരല്ല, ഈ മീഡിയയോടൊന്നും ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരല്ല. ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും, സൗകര്യം ഉണ്ടെങ്കിൽ ജീവിച്ചാൽ മതിയടാ ഇവിടെ എന്നുള്ളൊരു ഭാവമാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ സത്യസന്ധതയായിട്ടോ അവരുടെ വേറെ ഒന്നുമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഇങ്ങനെ ചെയ്യാനേ സൗകര്യമുള്ളൂ, പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നുള്ളൊരു ഭാവമല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ആരോപണങ്ങൾ വരുന്നത് വലിയ കുറ്റമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ അവർ ക്ലിയർ ചെയ്ത് പുറത്തു വരികയായിരിക്കും. പക്ഷേ പൊതുജനങ്ങളോടും പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മീഡിയാസിനോടും കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവിടെയാണ് പ്രശ്നം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പണ്ടൊരിക്കൽ മാധ്യമങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് പറഞ്ഞത് മാധ്യമങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. മാധ്യമങ്ങളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്നു മാധ്യമപ്രവർത്തകരോട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു 4-5 വട്ടമായിട്ട് പട്ടിനെ ആട്ടുന്ന പോലെ ആട്ടിയിട്ടുണ്ട് ഈ മീഡിയാസിനെയൊക്കെ. അപ്പോഴൊന്നും ഈ അന്ന് മുഖ്യമന്ത്രി കുറ്റം പറഞ്ഞ രാഷ്ട്രീയക്കാർക്കും ഒന്നും ഒരു പരാതിയില്ല. സത്യം പറഞ്ഞാൽ കയ്യേറ്റം വരെ ചെയ്തിട്ടില്ലേ മാധ്യമങ്ങളെ. BJPക്കാർക്ക് അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാം, ഞങ്ങളെ ഒന്നും ചോദിക്കാൻ ആരും വരണ്ട, ഇതൊക്കെ ഞങ്ങളുടെ തന്തയുടെ വകയാണ് എന്നുള്ളൊരു ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിലെ പോലെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള തൃശ്ശൂരിലെ പോലത്തെ കുറച്ച് സെറ്റപ്പുകൾ അവർ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനത്തിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. ഇതിൻ്റെ ഒന്നും ഒരു സഹായം ഇല്ലെങ്കിലും ചെയ്യേണ്ട പണി എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി കേരളത്തിലെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഇതുപോലെ കിട്ടും. ഇന്ത്യ എന്ന പറയുന്ന മഹാരാജ്യത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് വിരലും ചപ്പിക്കൊണ്ടിരിക്കാനാണ് ഇനിയുള്ള കാലത്തൊക്കെ ആളുകൾക്ക് പറ്റൂ.